ഹായ് നമസ്കാരം. ഇന്ന് നമ്മൾ കൊയിലാണ്ടി കൊല്ലം ശ്രീ പിഷാരികാവ് ക്ഷേത്രത്തിൽ വന്നതാണ് കേട്ടോ. ഇവിടെ വർഷത്തിലെല്ലാ കർക്കിടക മാസത്തിലും നടത്താറില്ലാണ് ആനയൂട്ട്. അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും കാണിച്ചു തരാം. രാവിലെ ക്ഷേത്രത്തിൽ മുഖ്യ പൂജാരി ശ്രീ നാരായണൻ മൂസവിന്റെ നേതൃത്വത്തിൽ ഗണപതി ഹോമം നടത്തുകയും ആ ഗണപതി ഹോമത്തിന്റെ പ്രസാദം ഒരു ആനയ്ക്ക് അർപ്പിക്കുന്ന യാഗത്തെയോടെയാണ് അന്നദാനം ആരംഭിക്കുന്നത്. മലബാറിലെ അതിപ്രശസ്തമായ ശ്രീ പിഷാരികാവ് ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ആനയൂട്ട് നടത്താറുണ്ട്. ആനകൾക്ക് പൂജകളും രുചികരമായ ഭക്ഷണവും നൽകുന്നത് സമ്പത്തിന്റെയും ആഗ്രഹ പൂർത്തീകരണത്തിന്റെയും ദേവനായ ഗണപതിയെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു മാർഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശ്രീ ഭഗവതി പിഷാരികാവിൽ വാഴുമെൻ ദേവി, പീഡനമെല്ലാം തീർത്തിടണേ. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭക്തജനങ്ങളാണ് ആനയൂട്ടിന് ക്ഷേത്രത്തിലെത്തുന്നത്. മീനച്ചൂടുരുകും കാവിൽ മുളമേലെ കൊടിയേറുമ്പോൾ ഓരോ മനസ്സിലും ഉത്സവമേളം ചെണ്ടയിടക്കയുടുക്കുകൾ കൊട്ടുമ്പോൾ ഞാൻ നിന്നെ ഭജിക്കുമ്പോൾ. മീനച്ചൂടുരുകും കാവിൽ മുളമേലെ കൊടിയേറുമ്പോൾ ഓരോ മനസ്സിലും ഉത്സവമേളം ചെണ്ടയിടക്കയുടുക്കുകൾ കൊട്ടുമ്പോൾ ഞാൻ നിന്നെ ഭജിക്കുമ്പോൾ. പിഷാരികാവിൽ വാഴുമെൻ ദേവി, പീഡനമെല്ലാം തീർത്തിടണേ. കലിയുഗമേറ്റും അധർമ്മത്തിൻ കണ്ണീർ പുകയിലിരുണ്ടപ്പോൾ എന്റെ മനസ്സാം നാന്തകവാളിരിലൂറിയ കറകളയാൻ വരമരുളിടണേ ശ്രീ ഭഗവതി.